അശ്വൻ ചേട്ടാ യെസ് വരട്ടേന്ന് ഓർത്താ. അശ്വൻ ചേട്ടാ എങ്ങനെയുണ്ട് ഈ സിനിമയെക്കുറിച്ചൊന്ന്, നമുക്ക് ഈ സിനിമയുടെ യാത്രയെക്കുറിച്ചൊന്ന് പറയാം. പേര് തന്നെ രസമാണ്. ഇതിൻ്റെ ഒരു പ്രൊമോഷൻ ഇവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. വലിയ പ്രൊമോഷൻ ചെയ്ത ഒരു വലിയ വൈറലാക്കിയാണ്. ഒരു പരസ്പരം ഏറ്റുമുട്ടി ഞാനൊക്കെ രാത്രി കിടന്ന് ഓട്ടമാണ് ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി. വലിയൊരു വിഷയം ഉണ്ടായ ഒരു പ്രൊമോഷൻ, അത് വലിയ വൈറലായി. ഈ സിനിമയിലേക്ക് എങ്ങനെയാണ് അശ്വൻ ചേട്ടാ എത്തിപ്പെടുന്നു, എങ്ങനെയാണ് ക്യാരക്ടർ? ഇത് ടർക്കിഷ് തർക്കം എന്ന് പറഞ്ഞാൽ തർക്കം ബേസ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റാണ്. അതിൽ ലുക്മാൻ്റെ വാപ്പയായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. ഇത് എൻ്റെ ഭാര്യ ലുക്മാൻ്റെ അമ്മ. അതൊരു ക്യാരക്ടർ SI അല്ല SI അല്ല CI രൂപേഷ്. ഇത് എല്ലാവരും ഈ തർക്കമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരു സബ്ജക്റ്റാണ്. അതിൻ്റെ അകത്ത് അതെങ്ങനെ പറയുന്നതെന്നൊരു വലിയ പിടിയില്ല. നമുക്കത് കൂടുതലും അത് വിവരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ വീടുകളിലും നാട്ടിലും ഒക്കെ ചെറിയ ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതങ്ങനെ വലിയൊരു പെരുപ്പിച്ച് അത് വലുതായി വരുന്നു. അങ്ങനെ പോകുന്നൊരു കഥയാണ്. പക്ഷെ ആ കണ്ടന്റ് ഗംഭീര കണ്ടന്റാണ്. തർക്കത്തിനുണ്ടാകുന്ന ഒരു ബേസ് ഒരു സാധനമുണ്ട്, ഒരു ബേസ്മെന്റ് സൂപ്പറാണ്. മലയാള സിനിമയിൽ ഇതുവരെ ഒരു സിനിമയിലേ കണ്ടിട്ടില്ല അത്. ഈ പറഞ്ഞ പോലെ അശ്വൻ ചേട്ടൻ വന്ന കാലം മുതൽ സിനിമകൾ നമ്മളൊക്കെ കാണുന്ന കാലം മുതൽ സിനിമയിലുള്ള ഇപ്പോൾ പുതിയ ആളുകൾ അല്ലേ, അശ്വൻ്റെ ഒക്കെ പ്രായം ഉള്ള അവരോടൊപ്പമാണ് അഭിനയിച്ചു വരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഇവരൊക്കെ കൂടെ അഭിനയിക്കുമ്പോൾ ലൊക്കേഷനിൽ? ഇവരൊക്കെ അടിപൊളിയല്ലേ, സൂപ്പറായിരുന്നു. ഞാനിപ്പോൾ ചെയ്ത പടങ്ങളെല്ലാം കുറേ പടങ്ങൾ ഞാൻ ചെയ്തു, എല്ലാം പുതിയ തലമുറയെ കൂടെ അതെ കൂടുതൽ ചെയ്തത്. പക്ഷേ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ഇപ്പോൾ അത്. കാരണം ഇത് എങ്ങനെയാവും എന്നൊക്കെ ആദ്യമേ തന്നെ എനിക്കൊരു തോന്നി. ഈ പടമല്ല, ഒരു കാലഘട്ടം മാറി പിന്നെ കുറച്ച് പുതുമങ്ങളൂടെ അഭിനയിച്ചപ്പോൾ. പക്ഷെ അവരൊക്കെ ഭയങ്കര സ്മാർട്ടാണ്, ഭയങ്കര എനർജിയാണ്. നമ്മൾ കുറേ പടങ്ങൾ ചെയ്തപ്പോഴേക്കും അത് തോന്നിയത്. നമ്മൾ അന്നും ഇപ്പം ഇവർ മോണിറ്ററിൻ്റെ എന്തെങ്കിലും ഒരു ചെറിയ ഇതുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അവരൊന്ന് ഡയറക്ടറോട് പറയും, ഡയറക്ടർ ഇങ്ങനെ സംഭവം ഉണ്ടാവും, മറ്റേതൊന്നും പെട്ടെന്ന് ഒന്നിട്ട് എടുക്കാം ഇങ്ങനെ. അപ്പോൾ അവർ ആ ബിഹേവിങ് ഒക്കെ ഭയങ്കര രസമാണ്. അത് തന്നെ ഇപ്പം ലാസ്റ്റ് ചെയ്ത പടം വരെ അങ്ങനെ തന്നെയായിരുന്നു. യങ്സ്റ്റേഴ്സിനൂടെ അഭിനയിച്ചിട്ട് ആ ഒരു ഇതില്. പിന്നെ ഇവൻ്റെ കൂടെ അഭിനയിച്ചപ്പോഴുള്ള സാധനം നേരത്തെ പറയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, അത് അവൻ തന്നെ പറഞ്ഞോളൂ. അതെ, പറയാൻ വെച്ച കാര്യം എന്ന് പറയാനാ വെച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞതാ. അതല്ല, ശോകൻ ചേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ നമ്മൾ ചെറുപ്പം മുതൽ കാണുന്ന, നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചിട്ടും എല്ലാം നമ്മൾ ഇപ്പോഴും നമ്മളത് എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ. അവർ സിനിമകൾ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമകളും കഥാപാത്രങ്ങളും നമ്മളിപ്പോൾ മീംസ് ആണെങ്കിലും നമ്മുടെ ട്രോളിലാണെങ്കിലും ഇപ്പം എല്ലാത്തിലും ഉള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ ലൈവായി നിൽക്കുന്ന ഒരാൾ നമ്മൾ ചെറുപ്പം മുതൽ കാണുന്നത്. അവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഓഫ്കോഴ്സ് നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും, ഒപ്പം പേടി ഉണ്ടാവും. പിന്നെ അച്ഛൻ്റെ അച്ഛനാണ്, ഫ്രണ്ടിൻ്റെ അച്ഛനാണ്. ഞങ്ങൾ കുറേ ദിവസം ഒരുമിച്ച് പോകണം. പക്ഷേ അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അശോകൻ വിളിച്ച് പാടാ, എവിടെയുള്ള ലുക്മനെ ഇങ്ങോട്ട് വാ, റൂമിലോട്ട് അവിടെ എല്ലാവരും ഉണ്ട് വാ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇരുന്ന് സംസാരിച്ച് ഞങ്ങൾ അന്നു എടുക്കുന്ന അന്നു കാണും. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്താൽ ഇനി എടാ ഇങ്ങനെ ഒരു സാധനം കൂടി വേണ്ടേ എന്നൊക്കെ അശോകൻ അങ്ങനെ ഡിസ്കസ് ചെയ്യും. ഡയറക്ടർ ഇരിക്കും, ഡിഒപി ഇരിക്കും. അങ്ങനെ ഒരു ടീം വർക്കായിരുന്നു ഈ സിനിമ. അങ്ങനെ ഒരാളൊരു ഡിസിഷൻ എടുത്ത് അതിൽ മാത്രം പോകണം അങ്ങനെ ഉണ്ടാവട്ടെ, എല്ലാ തരത്തിലും ഉണ്ടാവും. ഈ സിനിമ അങ്ങനെയായിരുന്നു. മൊത്തം എല്ലാവരും ഡിസ്കസ് ചെയ്യാനും അങ്ങനത്തെ ഒരു സ്പേസ് ഒക്കെ ഉള്ള ഒരു സിനിമയായിരുന്നു. വാപ്പ ഉമ്മ അടുത്തിരിക്കുകയാണ്. ഈ വാപ്പായും ഉമ്മായും സിനിമയിലെ ക്യാരക്ടർ വെച്ച് എങ്ങനെയായിരുന്നു ഈ വാപ്പായും ഉമ്മായും? വാപ്പായും ഞങ്ങളുടെ ഫാമിലി ഭയങ്കര നല്ല ക്യൂട്ട്, നല്ല രസമുള്ള അല്ലേ, സന്തോഷമുള്ള ഒരു അനിയത്തി ഉണ്ട്. പപ്പയുടെ അനിയനുണ്ട് അവിടെ, എൻ്റെ വൈഫുണ്ട്. പിന്നെ ഞങ്ങൾക്കൊരു ബിസിനസ് ഉണ്ട്, വീട്ടുകാർ ചെറിയൊരു കച്ചവടമൊക്കെ ഉണ്ട് പപ്പക്ക്. അപ്പൊ ഞാനവിടെ ഇടയ്ക്കൊക്കെ പോയി സഹായിക്കും. അതിൻ്റെ ഇടയിൽ ചെറിയ അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ വാപ്പാക്ക് അറിയൊക്കെ ചെയ്യാം, വാപ്പാക്ക് അറിയാൻ ചെറിയ കള്ളത്തരൊക്കെ ചെയ്യേണ്ടതൊക്കെ. പക്ഷെ ഭയങ്കര അങ്ങനെ ഞങ്ങളുടെ വീട്ടിലൊരു സംഭവം നടക്കും. ആ സംഭവം നടന്നാൽ ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് പിന്നെ സിനിമ മുന്നോട്ട് പോകും. ആ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ട് സിയയുടെ ഒരു പ്രവേശനമായിരിക്കും. രംഗപ്രവേശനം സിയ വരുവാണ്, ഒരു മ്യൂസിക് കിട്ടുന്ന ഒറ്റ വരവാണ്. പിന്നെ കളി മാറി, പിന്നെ വേറെ റേഞ്ചിലേക്ക് എത്തിച്ചു. അറിയില്ല, 22-ാം തീയതി അറിയാം. 22-ാം തീയതി ആദ്യത്തെ ഷോ കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. എങ്കിലും നമുക്കൊരു വിശ്വാസമാണല്ലോ, നമ്മുടെ സിനിമ വരും തോറും നമുക്ക് ഓരോ സിനിമ ഇറങ്ങുമ്പോൾ നമ്മുടെ വിശ്വാസമുണ്ടല്ലോ. അതിലിപ്പോൾ അശ്വൻ ചേട്ടൻ ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞു ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു തർക്കമെന്ന് അശ്വൻ ചേട്ടൻ പറയുന്നത്. ഇത്രയും കാലമായിട്ട് സിനിമയിൽ നിൽക്കുന്ന അശ്വൻ ചേട്ടൻ പറയുമ്പോൾ അതിൽ നല്ല എലമെന്റ് എന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും എനിക്ക് തോന്നുന്നു. അത് തന്നെ നമ്മുടെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അശോകൻ സിനിമ ഷൂട്ട് തുടങ്ങി 2 ദിവസം കഴിഞ്ഞ് സംസാരമൊക്കെ തുടങ്ങിയപ്പോൾ പറയുകയും ചെയ്ത്, എടാ ഇതില് ഈ സിനിമക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഈ സിനിമ നമ്മൾ ബാക്കി എന്തൊക്കെ ആയിക്കോട്ടെ, ഈ സിനിമയുടെ ബേസ് കണ്ടന്റ് ഭയങ്കര സ്ട്രോങ് ആണ്.
അത് സ്ട്രോങ് ആയിരിക്കുന്നിടത്തോളം കാലം ബാക്കി ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എല്ലാ സിനിമയിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ സിനിമക്ക് ഉണ്ടായി. നമ്മൾ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, പല പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ അതൊക്കെ സംഭവിച്ചാലും ഇതിന്റെ കണ്ടന്റ് അടിപൊളിയാണ്. അതുകൊണ്ട് നമ്മൾ ഈ സിനിമ എങ്ങനെയും ഈ സിനിമ തീർത്ത് പ്രേക്ഷകർക്ക് എത്തിച്ചാൽ അതിന്റെ റിസൾട്ട് ഉണ്ടാവും. അശോകേട്ടൻ പറയാൻ അത് നമുക്കൊരു കോൺഫിഡൻ്റ് ആണ്. അത്ര സീനിയർ ആയ ഒരാൾ, ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക്. പിന്നെ എല്ലാവരും അതെ അലി, ഇത് നമ്മൾ ഭയങ്കര തണുപ്പ് അവിടെ, അതുകൂടാതെ മഴയും പെയ്യും. രാവിലെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ തണുത്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ ചെന്ന് എല്ലാവരും മേക്കപ്പ് ഇട്ട് കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവും. ഹലോ, ഗുഡ് മോർണിംഗ് ചായ കടിച്ചുമ്പോൾ അങ്ങനെ എനർജി ആവില്ല എല്ലാവർക്കും. തളർന്നൊടിഞ്ഞിരിക്കുന്ന പരിപാടി ഇല്ല അവിടെ. ഭയങ്കര ക്യാമറമാൻ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും അസോസിയേറ്റ് ആണെങ്കിലും എല്ലാ ആർട്ട് ഡയറക്ടർ ആണെങ്കിലും എല്ലാവർക്കും ചാടി ചാടി. ഇവിടെ ഞങ്ങൾ കുറച്ച് തളർന്നിരിക്കണം നോക്കണ്ട. രാവിലെ വന്നിരിക്കുന്നു മാത്രമല്ല പറഞ്ഞോണ്ടിരിക്കുകയാണ്. വേറെ ഇന്റർവ്യൂ കാണുമ്പോ ഇവരല്ലേ ഇത് മറ്റേ ഇന്റർവ്യൂ തന്നെ സെയിം വേറെ വഴി. അല്ല, അത് നമുക്ക് മാറ്റി പിടിക്കാൻ മാറ്റി പിടിക്കാം. എവിടെ മാറ്റത്തിലേക്ക് വരൂ. എന്താ പറയേണ്ടത്? നമുക്ക് ഒന്ന് മാറ്റിപ്പിടിച്ച് ഞാൻ സണ്ണിയുടെ അടുത്ത് നിങ്ങളുടെ അടുത്തും ചോദിക്കാറുണ്ട് മെയിൻ കാര്യം. നിങ്ങൾ ഇതിന്റെ പ്രൊമോഷൻ അടി ക്രിയേറ്റ് ചെയ്ത ആരാണ്? പ്രൊമോഷന്റെ ഭാഗമായിട്ട് മജുവിന്റെ സിനിമയുടെ ലൊക്കേഷൻ വെച്ച് അത് ഞങ്ങള് പ്രൊഡക്ഷനും എല്ലാവരും അവിടെ നമ്മളെ ലൊക്കേഷനിൽ വന്നു, ഒറ്റപ്പാലത്ത് വന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളൊരു പ്ലാൻ വന്നു. അപ്പം നമ്മളൊന്നിങ്ങനെ ഒന്ന് ആലോചിച്ച് ഒരു 2 മിനിറ്റ് കൊണ്ട് നമ്മളൊരു എന്തെങ്കിലും തർക്കം ഉണ്ടാക്കാന്നുള്ളത്. അപ്പൊ ജസ്റ്റ് ഒരു തർക്കത്തിന്റെ ഒരു അടിപിടി മാത്രം. വല്ലാത്തൊരു കണ്ടന്റ് ആയിപ്പോയി. വേറെ ഇന്റർവ്യൂവിൽ നമ്മൾ സംസാരിച്ചു. അല്ല, അപ്പോൾ ഇത്ര വല്ലാത്തൊരു കണ്ടന്റ് ആയിപ്പോയി. രാത്രിയൊന്നും ഉറക്കമില്ലായിരുന്നു എനിക്കൊന്നും. ഞാൻ അജൻ ചേട്ടാ, ഞാൻ പറഞ്ഞേ ഇത് ഒരു പ്രൊമോഷന്റെ ഭാവമായിരിക്കും. അപ്പൊ അടുത്ത ആളുടെ പോയി, അല്ല ഇത് ഒറിജിനലാണ്, എന്തോ പ്രശ്നമുണ്ട്, സണ്ണി ലുക്മാനായിട്ടൊന്ന് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ വേറെ ലൊക്കേഷൻ ഇരുന്നിട്ട് അടി ഉണ്ടാവുമോ? അപ്പം അല്ല, ഉടനെ അടുത്ത ആൾ വിളിക്കും. രാത്രി ഉറക്കമില്ലാതെ ആകെ കിട്ടിയത് എനിക്ക് വിനയ് ഫോർട്ടിനാണ് കിട്ടുന്നത്. വിനയ് ഫോർട്ട് ആ ലൊക്കേഷനിലുണ്ടല്ലോ. വിനയ് ഫോർട്ടിനെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ വിളിക്കാതെ തിരിച്ചു വന്ന് താഴെ ഒന്ന് ചോദിച്ചിട്ട് വന്ന് പറഞ്ഞു ഇത് സിനിമയുടെ ഭാഗമാണ്. പക്ഷെ വേറെ രീതിക്കും വാർത്ത വന്നിരുന്നു അല്ലേ? പക്ഷെ അത് ഒറിജിനാലിറ്റി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ആ സിനിമയിൽ അത്രമാത്രം ഒറിജിനാലിറ്റി എന്തുമാത്രം ഉണ്ടെന്ന് നമ്മളിപ്പോൾ ആലോചിച്ചാൽ മതി. നിങ്ങളുടെ അന്നത്തെ ആ ഫൈറ്റ് നമ്മൾ പ്രൊമോഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എത്രമാത്രം കണ്ടന്റ് ഈ സിനിമയിലുണ്ടെന്ന് മാത്രം നമ്മൾ തീരുമാനിച്ചാൽ മതി. അതിനൊരു നെഗറ്റീവ് സൈഡ് കൂടി ഉണ്ടായി. നമ്മൾ വിചാരിച്ച പോലെ അല്ല, അതിന് എൻഡിലൊരു നമ്മളൊരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ നമ്മളൊരു കണ്ടന്റ് പ്ലാൻ ചെയ്ത് പെട്ടെന്നുണ്ടായ ഒരു സംഭവമായിരുന്നു. പക്ഷെ അതിനെ നെഗറ്റീവായിട്ടത് വരികയൊക്കെ ചെയ്തു. പക്ഷെ അത് പല ആൾക്കാരെയും വേദനിപ്പിച്ചു എന്നുള്ളതായിരുന്നു നമ്മളുടെ ഒരു വേദന. അതായത് അവരെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളൊരു സാധനം വന്നു. അത് ശരിക്കും നമുക്ക് വേദന ഉണ്ടായി. പക്ഷെ നമ്മൾ അങ്ങനെ അല്ലായിരുന്നു അത് പോണ്ടി. അതിന് നമ്മൾ ഇപ്പൊ ക്ഷമ ചെയ്യും. അന്നും ചോദിച്ചിട്ടുണ്ട്, മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ അതിനോട് അതൊരു ന്യായീകരണം, വെറുതെ ന്യായീകരിച്ചത് അങ്ങനെ എങ്ങനെ പ്രൊമോഷനാന്ന് പറഞ്ഞാലൊന്നും കാര്യമില്ല. അശ്വൻ കണ്ടായിരുന്നത്? ഞാൻ കണ്ടില്ല അല്ലേ? ഭാഗ്യം. സത്യം പറഞ്ഞില്ല, അത് കാണേണ്ടതായിരുന്നു. അശ്വൻ ചേട്ടൻ അശ്വൻ ചേട്ടൻ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് ചിലപ്പോൾ ചോദിച്ചാൽ ആ രീതിക്ക്. പക്ഷെ അത് ഷൂട്ട് ചെയ്തവരെ സംഭവിച്ചോട്ടോ. ഡയറക്ടറിനെ ഷൂട്ട് ചെയ്തത് നവാസ് സുലൈമാൻ. എന്റെ പൊന്നെ, നവാസ് ഷൂട്ട് ചെയ്തല്ലോ അശ്വൻ ചേട്ടൻ. നമ്മൾ ഒറിജിനാലിറ്റി ഈ മൊബൈലൊക്കെ വെച്ചിട്ട് പമ്മിയൊക്കെ എടുക്കൂലേ, അതെടുക്കടാ അവൻ അടിക്കണ്ട, ഇങ്ങനെയൊക്കെ പറയുകയാണ് ഡയറക്ടർ. അതാണ് അതിനകത്ത് ഒറിജിനാലിറ്റി വന്നതും. പക്ഷെ അത് അയക്കാൽ ഒരു പ്രൊമോഷന്റെ ഭാഗമായിരുന്നു അത്. ശരിക്കും ഡയറക്ടറോടും പ്രൊഡ്യൂസറോടൊക്കെ ചോദിക്കണം കേട്ടോ. ശരിക്കും അവരെ വിളിച്ച് ചോദിക്കണം.